ഗവൺമെന്റ് ചീഫ് പി.സി. ജോർജിന്റെ നിലപാടുകൾക്കെതിരെ കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉയരുന്ന പ്രതിഷേധം സ്വാഭാവികം മാത്രമാണെന്ന് ഡി.സി.സി പ്രസിഡന്റ് ടോമി കല്ലാനി പറഞ്ഞു. ആരുടെയും നിർദ്ദേശപ്രകാരമല്ല കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യം വന്നപ്പോൾ അണികളിൽ ആത്മരോഷം വളർന്നതാണെന്നും ടോമി കല്ലാനി പറഞ്ഞു. പി.സി. ജോർജിന്റെ പ്രസ്താവനകൾക്കെതിരെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും സ്വാഭാവികമായ ചില പ്രതികരണങ്ങൾ ജില്ലയുടെയും സംസ്ഥാനത്തിന്റെയും പല ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അത് ഒരു സ്പോണ്ടേനിയസ് ഉണ്ടായ പ്രതികരണങ്ങളാണ്. അത് ആരെയും സംഘടിപ്പിച്ചിട്ടുള്ളതല്ല. അത് പാർട്ടി പ്രവർത്തകർക്ക് നോക്കുമ്പോൾ പാർട്ടി പ്രവർത്തകർ പ്രതികരണം നടത്തിയിട്ടുണ്ടാകും. അതാരും പ്രത്യേകം ഡയറക്ഷൻ കൊടുത്തിട്ടുള്ളതൊന്നല്ല. പി.സി. ജോർജുമായി വേദി പങ്കിടുന്ന ജില്ലാ കോൺഗ്രസ് നേതൃത്വം ആർക്കും നിർദ്ദേശം നൽകിയിട്ടില്ല. പി.സി. ജോർജുമായി വേദി പങ്കിട്ട ജനപ്രതിനിധികൾക്ക് നോട്ടീസ് നൽകിയത് ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെയല്ല. വയലാർ രവി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ വിമർശനമുന്നയിക്കുന്നതിന് മുൻപ് പി.സി. ജോർജ് ആത്മപരിശോധന നടത്തണമെന്നും ടോമി കല്ലാനി പറഞ്ഞു. ഞാൻ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് എനിക്ക് എന്തൊക്കെ പറയാൻ പറ്റും എന്ന് ഞാനാ തീരുമാനിക്കേണ്ടത്. അല്ലെങ്കിൽ അങ്ങനെ ഞാനത് പറയേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ എന്നെ മറ്റുള്ളവർ എങ്ങനെ കാണും എന്നുകൂടി ഞാൻ ആത്മപരിശോധന നടത്തണം. കോട്ടയത്തെ കോൺഗ്രസ് പ്രവർത്തകരിൽ വിഭാഗീയതയില്ല. സോളാർ വിഷയത്തിൽ ഡി.സി.സിയുടെ നേതൃത്വത്തിൽ എല്ലാ നിയോജക മണ്ഡലത്തിലും രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തിവരികയാണെന്നും ടോമി കല്ലാനി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പള്ളിക്കത്തോട് ഗവൺമെന്റ് ഐ.ടി.യുടെ ഭരണനിർവഹണം ഒട്ടും തന്നെ സുതാര്യമല്ലെന്ന അഭിപ്രായം എം.എൽ.എ. അടക്കമുള്ള എല്ലാ ജനപ്രതിനിധികളും പങ്കുവയ്ക്കുന്നു. ഒരു പൊതുസ്ഥാപനം പാലിക്കേണ്ട ഒരു നടപടിക്രമവും ഐ.ടിയിലെ ഇടപാടുകളിൽ ഉണ്ടാകാറില്ല. ഭരണനിർവഹണ സമിതി പ്രവർത്തനരഹിതമായതിനാൽ ഒരു കാര്യത്തിനും മേൽനോട്ടം നടക്കുന്നില്ല. കരാറുകൾ ഉറപ്പിക്കുന്നതും നടത്തപ്പെടുന്നതും ആരുടെയൊക്കെയോ ഇഷ്ടം പോലെ. എം.എൽ.എ. അടക്കമുള്ളവർ അതിൻ്റെ അകത്ത് വിളിക്കുന്നുമില്ല. ഇവിടെ എം.എൽ.എയുടെ എം.പിയുടെയും പ്രതിനിധികളായിട്ട് വെച്ചിരിക്കുന്നവരെ വിളിക്കുന്നില്ല. അങ്ങനെ യാതൊരു തരത്തിലൊരു ആലോചനയില്ലാതെ മുന്നോട്ട് പോകുന്നു. ഐ.ടി.ഐയിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ വൻ ക്രമക്കേട് നടക്കുന്നതായ ആരോപണത്തിന് പ്രത്യക്ഷമായ പിൻബലമുണ്ട്. ഉപകരണങ്ങൾ വാങ്ങുന്നതിനും അറ്റകുറ്റപ്പണി നടത്തുന്നതിനും വർഷം തോറും ഗ്രാന്റ് ലഭിക്കുന്ന ഐ.ടി.ഐയിൽ പുതിയ ഉപകരണങ്ങൾ ഒന്നുമില്ല. അത് അവിടെ പുതുതായിട്ട് മേടിക്കുന്ന സാധനങ്ങളൊന്നും അവിടെ കാണുന്നില്ല. പഴയ സാധനങ്ങൾ പെയിന്റ് അടിച്ച് പുതുതായിട്ട് അവിടെ വെച്ചുകൊണ്ട് ബില്ല് മാറി അവർ പൈസ അടിച്ചുകൊണ്ടിരിക്കുക. അവരുടെ കുറച്ച് ശിൽബന്ധികളും പ്രിൻസിപ്പളുടെ നേതൃത്വത്തിലുള്ള ഒരുപറ്റം സാറുമാർ അവിടെ കാണിക്കുന്ന വളരെ കൊള്ളയായ്മയല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമായ ഐ.ടി.ഐയുടെ ഭരണത്തിൽ ജനപ്രതിനിധികളെ അടുപ്പിക്കാറില്ല. നിലവിലുള്ള ഭരണസമിതിയിൽ എം.പിയുടെയും എം.എൽ.എയുടെയും പ്രതിനിധികളുണ്ട്. സ്ഥാപനത്തിലെ വ്യാപകമായ ക്രമക്കേടുകൾക്ക് അടിവരയിടുന്നതാണ് അവരുടെ വാക്കുകൾ. ബൈറ്റ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം. നമ്മൾ പഞ്ചായത്തിൽ പോലും 5000 രൂപയിൽ കൂടുതലുണ്ടെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെൻഡർ പത്രപരസ്യം കൊടുക്കണം. ഇത് 25 ലക്ഷം രൂപ വരെ ഒരു പരസ്യവും ഇല്ലാതെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്ന് കേരള ഗവൺമെൻറ്റിൻ്റെ പർച്ചേസ് റൂൾ കാറ്റിപ്പുറത്തിരിക്കുക. ലക്ഷങ്ങളുടെ തട്ടിപ്പ് സുഖമായിട്ട് നടന്നിട്ടുണ്ട്. അതിനകത്ത് പ്രിൻസിപ്പലുണ്ട്, അവിടുത്തെ കുറേ ഇതുമായിട്ട് ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് സ്റ്റാഫുണ്ട്, ഈ ഡെപ്യൂട്ടി ഡയറക്ടർ ഇതിൽ പങ്കാളിയാണ്. ഈ കമ്മിറ്റിക്കകത്തുള്ള പുറത്തുനിന്നുള്ള 1-2 പേര് ഇതിനകത്ത്, ബാക്കിയൊക്കെ ചുമ്മാ വന്നിച്ച് പോകുന്നതേ ഉള്ളൂ. 1-2 പേർക്ക് അതിനകത്ത് നല്ല പങ്കാളിത്തമുണ്ട്. ഞങ്ങൾ ചെയ്യുന്നത് എം.എൽ.എ. എം.പിയുടെ പ്രതിനിധിയായിട്ട്, അപ്പം എക്സ് ഒഫീഷ്യാണ്. നമുക്ക് ചില പരിധികളുണ്ട്. 3 കൊട്ടേഷൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൽ സീല് 3 തരത്തിലാണ് ഓരോന്നുണ്ട്. പക്ഷേ സീലെല്ലാം ഒന്ന് തന്നെയായിരുന്നു. ഇവർ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ മുഴുവൻ ഒന്നുകിൽ എറണാകുളം, ആലുവ, തൃശ്ശൂർ, ഈ 3 സ്ഥലങ്ങളേ ഉള്ളൂ. പിന്നെ അവിടെ വാങ്ങിച്ചിട്ടിരിക്കുന്ന ഓരോ സാധനവും പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കൽ പോലും അത് ഉപയോഗിച്ചിട്ടില്ല. ഇതിൻ്റെ ഗ്യാരണ്ടി പീരീഡ് കഴിഞ്ഞു. ഇനി നമ്മളത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്താൽ ചെയ്തു, ഇല്ലെങ്കിലില്ല. നിലവിൽ പള്ളിക്കത്തോട് ഗവൺമെന്റ് ഐ.ടിയുടെ സ്ഥിതി ഇങ്ങനെ വിലയിരുത്താം. ഭരണനിർവഹണ സമിതി നിഷ്ക്രിയം. പുതുതായി രൂപീകരിക്കപ്പെട്ട ഭരണസമിതി എന്ന് വിളിച്ചുകൂട്ടുമെന്ന് നിശ്ചയമില്ല. അവ തീരുമാനിക്കേണ്ട പ്രിൻസിപ്പൽ സ്ഥലത്തുമില്ല. ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ കോഴ്സിന് അംഗീകാരം കിട്ടുമോ എന്നറിയാതെ ആശങ്കയിൽ. പ്രശ്നപരിഹാരത്തിന് കെൽപ്പുള്ള ജനപ്രതിനിധികൾ സ്ഥാപനത്തിന്റെ പടിക്ക് പുറത്തായതിനാൽ ഇടപെടാനും കഴിയുന്നില്ല. സർക്കാരിന്റെ ശക്തമായ ഇടപെടൽ മാത്രമാണ് ഇനി മാർഗം.
അതുണ്ടാകുമോ എന്ന് കണ്ടറിയാം. ക്യാമറമാൻമാരായ അരവിന്ദനും സുധിക്കുമൊപ്പം PR പ്രസാദ്, ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. അയോധ്യ പരിക്രമണം അടിച്ചമർത്താനുള്ള ഉത്തർപ്രദേശ് സർക്കാരിന്റെ തീരുമാനം മതസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റവും ജനാധിപത്യ ധ്വംസനവുമാണെന്ന് വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന ജോയിന്റ് ജനറൽ സെക്രട്ടറി VR രാജശേഖരൻ പറഞ്ഞു. ഇതിനെതിരെ ശക്തവും സമാധാനപരവുമായ സമരം കേരളത്തിലും ഉയർന്നുവരും. യാത്രയെ അടിച്ചമർത്താനായി അയോധ്യ ഉൾപ്പെട്ട പ്രദേശത്ത് 144 പ്രഖ്യാപിച്ചു. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് സർക്കാരിന്റെ ഈ നടപടി. ധർമ്മസമരത്തെ ആയുധങ്ങളും സർക്കാർ സംവിധാനവും ഉപയോഗിച്ച് അടിച്ചമർത്താനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ലോക ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ 61 വർഷം നീണ്ടുനിന്ന ഒരു നിയമ പോരാട്ടം അത് ഭാരതത്തിലെ അയോധ്യ വിഷയത്തിൽ മാത്രമായിരിക്കുള്ളൂ. ഞാൻ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വന്നത് 89 രാമശിലാപൂജ നടന്നു, 90 കരസേവ നടന്നു. ഇതൊക്കെയും സർക്കാർ 90 തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ ഹിന്ദുക്കൾ പിന്നോക്കം ഓടിയില്ല. ആ സമരത്തെ സധൈര്യം, കാരണം ജീവൻ കൊടുത്തും രാഷ്ട്രത്തിന്റെ ദേശീയ മാനബിന്ദുവായ ഈ മഹാക്ഷേത്രം നിർമ്മിക്കണം, അതിനുവേണ്ടി സകല ത്യാഗങ്ങളും സഹിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. സന്യാസിമാരെ അയോധ്യയിൽ തടഞ്ഞതിൽ പ്രതിഷേധിച്ച് കോട്ടയം കളക്ടറേറ്റിലേക്ക് VHP പ്രവർത്തകർ മാർച്ച് നടത്തി. KS ഓമനക്കുട്ടൻ, KP ബാലചന്ദ്രൻ പിള്ള, MVM നായർ, AK സോമശേഖരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാനാണ് നഗരമധ്യത്തിലെ റൌണ്ടാനയുടെ വിസ്തൃതി കുറയ്ക്കുന്നത്. ഓഗസ്റ്റ് അവസാനത്തോടെ റൌണ്ടാനയുടെ പണി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം. 20 മീറ്റർ വിസ്തീർണത്തിലുള്ള റൌണ്ടാന ഗതാഗതക്കുരുക്കുണ്ടാക്കുന്നു എന്ന നാറ്റ്പാക്കിന്റെ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വീതി കുറയ്ക്കുന്നത്. വിസ്തൃതി 4 മീറ്റർ കുറയ്ക്കുന്ന ജോലികൾ ഇപ്പോൾ നടക്കുന്നു. റൌണ്ടാന ആധുനിക രീതിയിൽ സൗന്ദര്യവൽക്കരിക്കാനും അധികൃതർ ലക്ഷ്യം വെക്കുന്നു. ലൈറ്റുകളും പൂന്തോട്ടവും ഒരുക്കി പുതിയ മുഖം നൽകാനാണ് പദ്ധതി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. NH-220 കളത്തിപ്പടിയിൽ ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമാണ്. റോഡ് വികസനത്തിന്റെ ഭാഗമായി ഇരുവശവും കോൺക്രീറ്റ് ചെയ്ത് വീതി കൂട്ടിയിരുന്നു. എന്നാൽ ഈ പരിഷ്കാരം കൂടുതൽ ഗതാഗതക്കുരുക്കിന് കാരണമായിരിക്കുകയാണ്. കോൺക്രീറ്റ് ചെയ്ത ഭാഗം അനധികൃത പാർക്കിങ്ങിനായാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. യാതൊരു മാനദണ്ഡവുമില്ലാതെ പാർക്കിംഗ് നടത്തുന്നതിനാൽ ഈ ഭാഗത്ത് പലപ്പോഴും ഗതാഗതക്കുരുക്ക് ഉണ്ടാവുന്നുണ്ട്. കാൽനട യാത്രക്കാർക്ക് പോലും നടന്നു പോകാൻ കഴിയാത്ത രീതിയിലുള്ള അനധികൃത പാർക്കിങ്ങിനെതിരെ നടപടിയെടുക്കുവാൻ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഫ്ലൈ ഓവർ സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്നും വാർഡ് മെമ്പർ റോയി ജോൺ അറിയിച്ചു. കോട്ടയം നഗരത്തിൽ നിന്നും കഞ്ഞിക്കുഴി, കളത്തിപ്പടി, വടവാതൂർ, മണർകാട് എന്നിവിടങ്ങളിലെ ഗതാഗതക്കുരുക്ക് കടന്ന് NH-220 കൂടിയുള്ള യാത്ര ഏറെ ദുഷ്കരമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, മണർകാട്. ഇന്ത്യൻ ജനാധിപത്യം സെക്കുലറാണ്, ധർമ്മ ഇതരമാണ്. പ്രസിദ്ധങ്ങളായ കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ് ഡിക്ഷണറികളൊക്കെ എടുത്ത് നിങ്ങൾ പരിശോധിച്ചാൽ നിരീശ്വരമായ മത ഇതരമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ട് മാത്രം ഭരിക്കുന്ന ഒരു സംവിധാനത്തിനുള്ളിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ ധരിച്ചിരിക്കുന്നത് മതേതരമെന്നാൽ മതനിരപേക്ഷമെന്നാണ്. തെറ്റാണ്, മൗലികമായി തെറ്റാണ്. നിങ്ങളെ വഞ്ചിക്കുകയാണ് പലപ്പോഴും വോട്ടിന് വേണ്ടി. ഇന്ത്യയുടെ സമ്പന്നമായ വിജ്ഞാന പാരമ്പര്യം തകർത്തത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ്. ഗുമസ്തന്മാരെ സൃഷ്ടിക്കാൻ കഴ്സൺ പ്രഭു രൂപം കൊടുത്ത വിദ്യാഭ്യാസ സമ്പ്രദായം ഉപേക്ഷിക്കാൻ ഇനിയും നമുക്ക് കഴിഞ്ഞിട്ടില്ല.
എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിന്റെ ഈ പരിണാമത്തിൽ സ്ത്രീയും പുരുഷനുമെല്ലാം വസ്തുവായി മാറി? ഉൽപ്പന്നമായി മാറി. എന്നോട് വിയോജിക്കില്ലെങ്കിൽ മുൻ തലമുറയുടെ സ്വപ്നമാണ്. നിയമത്തിന്റെ അല്ല, പാശ്ചാത്യ ഭരണത്തിന്റെ അല്ല. ഇന്ന് നടക്കുന്ന എല്ലാ കോലാഹലങ്ങളും ഇന്ന് നടക്കുന്ന തലമുറയുടെ സ്വപ്നമല്ല. കഴിഞ്ഞ തലമുറയുടെ സ്വപ്നമാണ്. അവരുടെ സങ്കല്പവും കാമവുമാണ് ഇന്നത്തെ കർമ്മം. സ്വാമിനി ശിവാനന്ദപുരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ലക്ഷ്മി ശങ്കർ അധ്യക്ഷയായി. ചട്ടമ്പി സ്വാമികളുടെ ഷഷ്ടിപൂർത്തി സ്മാരകമായി സ്വാമി തന്നെ തുടക്കം കുറിച്ചതാണ് എഴുമറ്റൂർ പരമഭട്ടാരാശ്രമം. ആശ്രമത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ ഈ മാസം 23-ന് ആരംഭിച്ചു. 27 ചൊവ്വാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, മല്ലപ്പള്ളി. സംസ്ഥാന സാക്ഷരതാ മിഷനും പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് നടത്തുന്ന 10ാം തരം തുല്യതാ പരീക്ഷയിൽ ജില്ലയിൽ നിന്നും ഇതേവരെ 5000-ലധികം ആളുകൾ പാസ്സായിട്ടുണ്ട്. 10ാം തരം തുല്യത 7ാമത് ബാച്ചിന്റെ മോഡൽ പരീക്ഷ ശനി ഞായർ ദിവസങ്ങളിലായി നടന്നു. 15 കേന്ദ്രങ്ങളിലായി നടന്ന പരീക്ഷയിൽ 1007 പേരാണ് മോഡൽ പരീക്ഷ എഴുതിയത്. ഇവരിൽ 875 പേർ റെഗുലർ വിദ്യാർത്ഥികളും 132 പേർ പ്രൈവറ്റ് വിദ്യാർത്ഥികളും ആയിരുന്നു. ഇവരുടെ വാല്യുവേഷൻ റിസൾട്ട് സെപ്റ്റംബർ 1-ന് വിതരണം ചെയ്യും. ഹാൾ ടിക്കറ്റുകൾ 3-ാം തീയതി നൽകും. പഠിതാക്കൾക്കായുള്ള ഡയറ്റിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക കോച്ചിംഗ് ക്ലാസ് 23, 24, 26, 29, 30, 31 തീയതികളിൽ നടക്കുന്നുണ്ട്. 10ാം തരം തുല്യതാ പരീക്ഷ സെപ്റ്റംബർ 4 മുതൽ 10 വരെ 15 കേന്ദ്രങ്ങളിലായി നടക്കും. കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരീക്ഷാഭവനാണ് 10ാം തരം തുല്യതാ പരീക്ഷ നടത്തുന്നത്. പരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ വി മാത്യു പറഞ്ഞു. കോട്ടയം ജില്ലയിൽ ഇതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളിൽ പൂർത്തിയായി കഴിഞ്ഞു. അപേക്ഷകൾ സ്കൂളുകളിൽ എത്തിച്ചു കഴിഞ്ഞു. സ്കൂളിൽ നിന്നും പരീക്ഷാഭവനിലേക്ക് അപേക്ഷയെ സംബന്ധിച്ച മുഴുവൻ ഡീറ്റെയിൽസും നെറ്റ് വഴി കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. മുഴുവൻ പഠിതാക്കളുടെയും ഫോട്ടോ സഹിതമുള്ള എല്ലാ ഡീറ്റെയിൽസും പരീക്ഷാഭവനിൽ എത്തിച്ചു കഴിഞ്ഞു. ഞായറാഴ്ച നടന്ന 7ാം തരം തുല്യതാ പരീക്ഷയ്ക്ക് ഇത്തവണ 255 വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. ഇവരിൽ 154 പേർ വനിതകളും 101 പേർ പുരുഷന്മാരുമായിരുന്നു എന്നത് പ്രത്യേകതയാണ്. 10ാം ക്ലാസ്സിലേക്കുള്ള 8ാം ബാച്ചിലേക്ക് 31-ാം തീയതി വരെ അപേക്ഷ നൽകാം. ഇതേവരെ 726 പേർ അപേക്ഷ നൽകിയിട്ടുണ്ട്. ജനറൽ വിഭാഗത്തിൽ 750-ഉം പട്ടികജാതി വിഭാഗത്തിൽ നിന്നും 500 പേരും ഉൾപ്പെടെ 1250 പേരെയാണ് ഇത്തവണ 10ാം തരം തുല്യതാ പരീക്ഷയ്ക്ക് സാക്ഷരതാ മിഷൻ ജില്ലയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. മിഷൻ 2020 പദ്ധതി പ്രകാരം ജില്ലയിലെ മുഴുവൻ ജനങ്ങളെയും 10ാം തരം തുല്യതയിൽ എത്തിക്കുക എന്നതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, മണർകാട്. മുൻകാലത്ത് വെച്ചൂർ പശുക്കളാൽ സമൃദ്ധമായിരുന്നു ചേനപ്പാടി. ഇവിടെ നിന്നും ചെറിയ മഠത്തിൽ കേളുച്ചാർ എന്ന ഭക്തനാണ് ആറന്മുളയിലെ അഷ്ടമിരോഹിണി സദ്യയ്ക്കുള്ള തൈര് എത്തിച്ചിരുന്നത്. പിന്നീട് ഈ ആചാരം നിന്നുപോയി. ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് പാളത്തൈര് സമർപ്പണം പുനരാരംഭിച്ചത്. ചേനപ്പാടിക്കരയിലെ ഭക്തർ സ്വരൂപിച്ചതുകൂടാതെ വാഴൂർ തീർത്ഥപാദാശ്രമം ഗോശാലയിലെ പശുക്കളുടെ തൈരും ചേർത്ത് 1000 ലിറ്റർ തൈരാണ് ഇന്ന് ക്ഷേത്രത്തിൽ സമർപ്പിച്ചത്. രാവിലെ 100 കണക്കിന് ഭക്തർ കിഴക്കേക്കര ഭഗവതി ക്ഷേത്രത്തിലെത്തി ഘോഷയാത്രയിൽ പങ്കുചേർന്നു. ചേനപ്പാടി ഇളങ്കാവ് ഭഗവതി ക്ഷേത്രം, ശ്രീധർമ്മശാസ്ത ക്ഷേത്രം, ഇടയാറ്റുകാവ് ദേവീക്ഷേത്രം, പൂതക്കുഴി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, കണ്ണമ്പള്ളി ഭഗവതി ക്ഷേത്രം, കിഴക്കേക്കര ഭഗവതി ക്ഷേത്രം, മഹാലക്ഷ്മി കാണിക്ക മണ്ഡപം, ചേനപ്പാടി SNDP യോഗം, പരുന്തുമല ശ്രീദേവി വിലാസം ഭക്തജന സമിതി, വിഴിക്കത്തോട് ഭജന സമിതി എന്നിവയുടെ കൂട്ടായ്മയിലാണ് പാളത്തൈര് ഘോഷയാത്ര നടത്തിയത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.
ഓണം പടിവാതിൽക്കൽ എത്തിയപ്പോഴും വിപണിയിലെ വിലക്കയറ്റം തടയാൻ കഴിയാത്ത സർക്കാരിനെതിരെ NCP പ്രവർത്തകർ വേറിട്ട സമരമുറ ആവിഷ്കരിച്ചു. കോട്ടയം കളക്ടറേറ്റിന് മുന്നിൽ കാലിയായ മൺകലം എറിഞ്ഞുടച്ചും നടുറോഡിൽ തൂശനിലയിൽ മണ്ണ് വിളമ്പിയും പ്രവർത്തകർ പ്രതിഷേധം രേഖപ്പെടുത്തി. NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉഴവൂർ വിജയൻ ഉദ്ഘാടനം ചെയ്തു. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് ഉഴവൂർ വിജയൻ കുറ്റപ്പെടുത്തി. മാവേലി സ്റ്റോർ അടക്കമുള്ള പൊതുവിതരണ സമ്പ്രദായം താറുമാറായി. വിവാദങ്ങൾ നേരിടാനാണ് സർക്കാരിനിപ്പോൾ സമയം. സത്യം തുറന്നു പറയുന്ന PC ജോർജിനെ നേരിടാൻ കേന്ദ്രസേനയെ വിളിക്കണമെന്ന നിലപാടിലാണ് കോൺഗ്രസ് പ്രവർത്തകരെന്നും ഉഴവൂർ വിജയൻ കുറ്റപ്പെടുത്തി. സർക്കാർ ചീഫ് വിപ്പ് PC ജോർജിനെ നേരിടാൻ കേന്ദ്രമന്ത്രി വയലാർ രവി ഇറങ്ങിയിട്ട് നടക്കുന്നില്ല. PC ജോർജിനെ നേരിടാൻ കേന്ദ്രസേനയെ വിളിക്കണം എന്ന് ആണ് ഇപ്പോൾ കോൺഗ്രസുകാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. NCP ജില്ലാ പ്രസിഡന്റ് TV ബേബി അധ്യക്ഷനായി. PK ആനന്ദക്കുട്ടൻ, ബാബു കപ്പക്കാല തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയത്ത് എത്തിച്ചേരുന്ന ശങ്കർ സാറിന്റെ പ്രതിമയ്ക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെയും SNDP യോഗത്തിന്റെയും R ശങ്കർ ഫൗണ്ടേഷന്റെയും മറ്റ് രാഷ്ട്രീയ സമുദായ സംഘടനയുടെ എല്ലാ ആഭിമുഖ്യത്തിൽ കോട്ടയത്ത് അത്യുജ്വലമായ ഒരു സ്വീകരണം കൊടുക്കുവാനാണ് ഈ സംഘാടക സമിതി തീരുമാനിച്ചിട്ടുള്ളത്. ആ സ്വീകരണം ഒരു മഹത്തായ സംഭവമാക്കി മാറ്റാൻ ഉള്ള പ്രയത്നത്തിലാണ് സംഘാടക സമിതി. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഹെൽമറ്റ് ഇല്ലാത്ത ഇരുചക്ര വാഹന യാത്രക്കാർ, സീറ്റ് ബെൽറ്റ് ധരിക്കാത്ത കാർ യാത്രക്കാർ, ട്രാഫിക് സിഗ്നലുകൾ തെറ്റിക്കുന്നവർ, വൺ വേ തെറ്റിക്കുന്നവർ എന്നിവർ അടക്കമുള്ളവർക്കെതിരെ നടപടിയെടുക്കാനാണ് പുതിയ സംവിധാനത്തിലൂടെ മോട്ടോർ വാഹന വകുപ്പ് ലക്ഷ്യമിടുന്നത്. അവധി ദിവസങ്ങളിലും ഞായറാഴ്ചയും ഉൾപ്പെടെ എല്ലാ ദിവസവും ക്യാമറകൾ ഉപയോഗിച്ചുള്ള പരിശോധന ഉണ്ടാവും. ക്യാമറയിൽ പതിയുന്ന നിയമലംഘനം നടത്തുന്ന വാഹനങ്ങളുടെ നമ്പർ സഹിതം ഉടമയ്ക്ക് നോട്ടീസ് അയക്കും. നോട്ടീസ് കൈപ്പറ്റി 15 ദിവസത്തിനകം മോട്ടോർ വാഹന ഓഫീസിലെത്തി പിഴ അടയ്ക്കണമെന്നാണ് വ്യവസ്ഥ. ഇപ്പോൾ നടക്കുന്ന പരിശോധനയിൽ നിന്നും നിയമലംഘകർ രക്ഷപ്പെടുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വാഹന പരിശോധനയിൽ പുതിയ രീതി പരീക്ഷിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ഒരുങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ബുധനാഴ്ച നടക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായി. കഴിഞ്ഞ 22-ന് പതാക ദിനത്തോടെ ആരംഭിച്ച ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ ബാലഗോകുലങ്ങളിൽ ഗോപൂജയും നദീപൂജയും വൃക്ഷപൂജയും വിവിധ കലാമത്സരങ്ങളും നടന്നു. കുട്ടികൾ മൂല്യബോധത്തോടെ വളരുക, വികസിക്കുക എന്ന സന്ദേശമുയർത്തിയാണ് ഇത്തവണ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നതെന്ന് ബാലഗോകുലം ഭാരവാഹികളായ PG അനീഷ്, രഞ്ജിത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വളരെയേറെ പ്രതിസന്ധി നേരിടുന്ന ഒരു ലോകത്തിന് ശ്രീകൃഷ്ണ സന്ദേശങ്ങളിലൂടെ ഒരു മാറ്റമുണ്ടാകും, നന്മ നിറഞ്ഞ ഒരു ലോകം സംജാതമാകും എന്ന സന്ദേശം ഉയർത്തിയാണ് ബാലഗോകുലം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ വിവിധ പരിപാടികളായ ഗോപൂജയും വൃക്ഷപൂജയും നദീവന്ദനവും ഒക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ആഘോഷങ്ങളുടെ ഭാഗമായി പൊൻകുന്നം, കൊടുങ്ങൂർ, കാഞ്ഞിരപ്പള്ളി, ചെറുവള്ളി, എരുമേലി തുടങ്ങിയ സ്ഥലങ്ങളിൽ മഹാശോഭയാത്രകളും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.
എങ്ങനെ കരുണയുടെയും ആർദ്രതയുടെയും ശൈലിയിലൂടെ പാവങ്ങൾക്ക്, പ്രത്യേകിച്ച് ആരും സംരക്ഷിക്കാനില്ലാത്തവർക്ക് താങ്ങും തണലുമാകുവാൻ സാധിക്കുമെന്ന് ജീവിച്ച് കാണിച്ചു കൊടുത്ത് ഉണ്ണാനും ഉറങ്ങുവാനും സമാധാനത്തോടെ ജീവിക്കുവാനും സാഹചര്യം ഒരുക്കിയ ആ അമ്മയെ കൂടുതൽ സമൂഹത്തിന്, പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാനും ജീവിതത്തിൽ വേദന അനുഭവിക്കുന്നവരോട് മനുഷ്യത്വത്തോടും ആർദ്രതയോടും കൂടി പെരുമാറുന്നതിന് നമ്മളെ കുറെ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുവാനും അതൊന്ന് ഉജ്ജ്വലിപ്പിക്കുവാനുമുള്ള ഒരു അവസരമായിട്ടാണ് ഈ ദിനം ആചരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുക.